I know you feeling this one. Some of that ghetto soul. I know you feeling this one. നീ എന്താ ഇവിടെ? ഞാൻ ഹോസ്റ്റൽ വിട്ടു. വീട്ടിലേക്ക് പോകുന്നില്ല. ഇതിലൊരു തീരുമാനം ഉണ്ടാവുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. ഓ അത് ശരി. അയ്യോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന സ്ഥലമല്ലേ. ഞാൻ എന്ത് ചെയ്യും റോയ്? വീട്ടുകാരെന്നെ കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അവരെന്നെ ഏതെങ്കിലും ഒരു കോന്തന് പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. നാളെ ആവട്ടെ എന്ന് പറഞ്ഞിപ്പോ കുറെ നാളായി. മടുത്തു. സാരമില്ല, ഞാനില്ലേ, എല്ലാത്തിനും ഞാനൊരു വഴി ഉണ്ടാക്കാം. നിമി, നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല. കൊള്ളാം, പക്ഷെ ഒരു മാസ് എഫക്റ്റ് ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും പോരാ. എന്തെങ്കിലും ഒരു എക്സ്ട്രാ പീസ് കൂടി ആഡ് ചെയ്താലേ ഒരു ഓളമുണ്ടാകും. സാറ് പറഞ്ഞാൽ മതി, നമുക്കതനുസരിച്ച് റിവർക്ക് ചെയ്യാം. ഞാനൊന്ന് വെറുതെ മൂള. അങ്ങനെ സാർ, ഇത് ഓൾറെഡി ഒരു ഹിന്ദി പടത്തിൽ വന്നതല്ലേ? പിന്നെ എത്ര കൊല്ലം മുമ്പാ? ഇവിടത്തെ ആളുകൾ ഇതൊക്കെ ഓർത്തിരിക്കാൻ പോവുകയാണോ? താൻ മിക്സ് ചെയ്യണോ, നമുക്ക് പൊളിക്കാം. ഞാൻ ആദ്യമായിട്ടൊരു പടം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ രീതി ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല സാർ. തനിക്ക് എന്തറിയാടോ? ഇവിടത്തെ ജനങ്ങളുടെ പൾസ് തന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ജനങ്ങളുടെ പൾസ് അറിയാൻ വീട്ടിൽ നിന്ന് DVD കണ്ടാൽ മാത്രം പോരാ, വല്ലപ്പോഴും അവരോടൊപ്പം ഇരുന്ന് സിനിമയും കാണാം. ഇതുവരെ ഒന്നും ആവാത്ത നീ എന്നെ പഠിപ്പിക്കുന്നു. എടുത്തോണ്ട് പോടാ. വേണ്ടായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചേടും. എന്റെ ഓഫീസിൽ കയറി വന്നിട്ട് എനിക്ക് ധൈര്യം ഉണ്ടോന്നോ? ഗെറ്റ് ഔട്ട്. ഇനി ഇതൊക്കെ പെരക്കെ എടുത്തിട്ടേ പോകാൻ പറ്റൂ. വേണമെങ്കിൽ താൻ ഗെറ്റ് ഔട്ട്. താങ്ക് യു. നിമ്മി, നീ എന്താ ഇവിടെ? വാ കേറ്, പറയാം. ഒരു കാര്യമുണ്ട്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, ഇന്ന് അവന്റെ കാര്യം പോക്കാ. നീ എനിക്ക് ഒരു കാലത്തും സമാധാനം തരില്ലല്ലേ? തെളിച്ച് പറയടേ. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എല്ലാ സാധനങ്ങളുമായി ഒരാൾ ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നോക്ക്. ഷിഫ്റ്റ് ചെയ്തു? ആര്? എല്ലാത്തിനും ഞാനില്ലെന്ന് അല്ലേ? ഫുൾ ലഗേജ് ആയിട്ടാണല്ലോ. ഹർഷ, നീ എന്റെ വീട്ടിൽ വന്നൊന്ന് സംസാരിക്ക്. ഞാനിനി അങ്ങോട്ട് പോയാ ആകെ പ്രശ്നമാവും. നിന്നോട് എല്ലാം പറഞ്ഞതല്ലേ. I need some more time. ടേക്ക് യുവർ ടൈം. പക്ഷെ എന്റെ അച്ഛനോടൊന്ന് സംസാരിക്ക്. ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അങ്ങേരെ സമ്മതിക്കൂ? സമ്മതിപ്പിക്കാം. അവര് വരൂ. സർ, ഓർഡർ പ്ലീസ്. വരാതിരിക്കില്ല. എന്റെ പൊന്ന് ചേട്ടാ, കുറച്ച് ആളുകളും കൂടി വരാൻ കാത്തിരിക്കാൻ ഞങ്ങൾ. അവര് വന്നാൽ ഉടനെ ഞാൻ ചേട്ടന് ഓർഡർ തരാം. ശരി സർ.
ഡാ പേഴ്സ് നീ വെച്ചോ, കാശ് നീ കൊടുത്താൽ മതി. അതെന്താ നീ കൊടുത്താ പോരെ? ഡാ നിനക്ക് ജോലിയോ ഇല്ല, കയ്യിൽ കാശുണ്ടെന്നെങ്കിലും വിചാരിച്ചോട്ടെ. മര്യാദയ്ക്ക് MBBS പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ? പേരിന് മുമ്പിൽ ഒരു ഡോക്ടർ എങ്കിലും വയ്ക്കായിരുന്നു. എന്നാൽ എൻ്റെ പാഷൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റൂ. അതെന്താ? പേരിന് മുമ്പിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നിന്റെ പിയാനോ ഒന്ന് സൗണ്ട് വരില്ലേ? വരില്ല. അവർ വന്നു. അച്ഛാ, ഇത് ഹർഷ, ഇത് റോയ്. ഹലോ. അരമണിക്കൂർ. അങ്കിളൊന്നും പറഞ്ഞില്ല. രണ്ട് മിനിറ്റ്. ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ആലോചിച്ചും പറഞ്ഞും തീരുമാനിക്കേണ്ട കാര്യമാണ്. ഹർഷയ്ക്ക് ടൈം വേണമെന്നല്ലേ പറഞ്ഞത്? ആലോചിക്കട്ടെ, തീരുമാനിക്കാം. ആ വാ. പണി പാളി. മിണ്ടാതിരിയടാ. നീ എന്തീ കാണിക്കുന്നത്? അതും പോയി. വെയിറ്റർ, ഇവിടെ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കും. എന്ത് ജ്യൂസാണ് വേണ്ടത് സാർ? ആപ്പിൾ, പൈനാപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, മുസംബി, ക്യാരറ്റ്, ബനാന, വാട്ടർമെലൻ, ചിക്കു ഷേക്ക്, ചോക്ലേറ്റ് ഷേക്ക്, പിസ്ത ഷേക്ക്. പിസ്ത മതി. എടാ പിസ്തയല്ലേ? പിസ്ത മതി. ഹർഷ, എന്താ ഇത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിട്ടിരുന്നാ പോരെ? എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? താൻ ആരാ? ഞാൻ മായയുടെ ചിറ്റപ്പൻ സോമശേഖരൻ. ഞാൻ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ഞാൻ വന്നത്, അല്ലാതെ അമ്മാവന്മാരോടും ചിറ്റപ്പന്മാരോടും സംസാരിക്കാനല്ല. സർ, നിങ്ങൾ കാണിച്ചത് വളരെ ചീപ്പായി പോയി. ഞാൻ നിങ്ങൾക്ക് മാക്സിമം റെസ്പെക്ട് തന്നിട്ടാണ് പെരുമാറിയത്. പക്ഷെ നിങ്ങൾ ആ റെസ്പെക്ട് എനിക്ക് തന്നില്ല. ഹർഷ, ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ഇപ്പോഴത്തെ കാലമല്ലേ, ചിലരൊരു ആവേശത്തിന് പെണ്ണ് കെട്ടി കുറച്ച് കഴിഞ്ഞ് ഇട്ടേച്ചു പോകും. എന്റെ മകളെ കെട്ടാൻ പോകുന്നയാള് അവളുടെ കാര്യത്തിൽ എത്രമാത്രം കെയറിംഗ് ആണെന്ന് അറിയാനുള്ള ഒരു സൂത്രമല്ലേ? ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് വിശ്വാസമായി. ഹർഷ ആവശ്യത്തിന് സമയമെടുത്തോളൂ. ഇപ്പോ ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ മായ കെട്ടുന്നില്ലല്ലോ. ഇതിപ്പോ ഷൂട്ടിംഗ് തുടങ്ങിപ്പോയല്ലോ. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആയിപ്പോയി. നമുക്കിതെല്ലാം അടുത്ത പടത്തിന് നോക്കാം. എന്തായാലും ചെയ്ത ട്രാക്സ് ഒക്കെ ഒന്ന് അയക്കും. എൻ്റെ ഇമെയിൽ ID ഉണ്ട് സാർ. കാണാമെന്ന്. ശരി. പാട്ട് നന്നായിട്ടുണ്ടോ? എൻ്റെ പുതിയ പടത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഈ പടത്തിൽ ചാൻസ് ഇല്ല. താനേ അടുത്ത പടം പോകുന്നു വിളിക്കേ. എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, ശരി സാർ. സ്റ്റേ ഇൻ ടച്ച്. ബൈ. താങ്ക് യു സാർ. ഓക്കെ, ബൈ. മേനോൻ സാർ എന്നും വരാൻ പറഞ്ഞിരുന്നു.
എടോ അതിന്റെ പ്ലാനിങ് നടക്കുന്നേ ഉള്ളൂ, ഒന്നും സാർ പറയാറില്ല. ഒന്ന് കേട്ട് നോക്ക് സാർ, സാറിന് കേട്ടാൽ ഇഷ്ടപ്പെടും. സാർ ഈ പുതിയ പടത്തിന് ഞാനൊരു ട്രാക്ക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. സാർ ഈ സീഡി ഒന്ന് കേട്ടോ. പ്രൊഡ്യൂസർ ആദ്യ സിനിമയ്ക്ക് താൻ എങ്ങനെ മ്യൂസിക് ചെയ്യും? താൻ ഒരു പ്രൊഡ്യൂസറും കൊണ്ട് വാ, എന്നിട്ട് നോക്കാൻ വേണോ വേണ്ടെന്ന്. സാർ തൽക്കാലം താൻ പോയേ. സാർ ഒന്ന് മനസ്സ് വെച്ചാൽ ആ കാണാം. ഇസ്മായിൽക്ക, ഇസ്മായിൽക്ക, സാർ ദുബായിൽ നിന്ന് എത്തിയോ? സാർ ഒന്ന് കേട്ടോ സാർ പ്ലീസ്. നീ എന്താണ് ഫോൺ എടുക്കാണ്ട് പോയത്? മറന്നുപോയി പണ്ടാരം. മിസ് കോൾസിന്റെ ചാകരയായിരുന്നു. ദേ 22 മിസ് കോളോ? അൺനോൺ നമ്പർ. ഹലോ ഹർഷ, ഇവരെന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അഡ്രസ് ഞാൻ ഇപ്പൊ തന്നെ SMS ചെയ്യാം. സമാധാനമായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം. എല്ലാവരും? ആരെല്ലാവരും? ഒരാളുണ്ട്. I know you feeling this one. Some of that ghetto soul. I know you feeling this one. I know you feeling this one. Some of that ghetto soul. I know you feeling this one. എനിക്കന്നേ തോന്നിയിരുന്നു ഇതിലെന്തോ ഉടായിപ്പുണ്ടെന്ന്. നിങ്ങൾക്കത് മനസ്സിലായില്ല. ഈ കാർന്നോന്മാർക്കൊരു വിചാരമുണ്ട്, അവരെല്ലാം തികഞ്ഞവരാന്ന്. ബാക്കിയുള്ളവരൊന്നും അറിയാത്തവരും. എന്നാലോ എല്ലാ ഉടായ്പകളും അവർ ചെയ്യുകയും ചെയ്യും. ഡാ, നീ പഴയ TG രവിയുടെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? എന്റെ പൊന്ന് നിമ്മി, നീ ഒന്നും മിണ്ടാതിരി. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി ഇരിക്കുമ്പോൾ അവിടെ ഞാൻ ഓടുക. പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ അന്നേ പറഞ്ഞതാ, നിങ്ങൾ രണ്ടാളും പോയി സംസാരിച്ച് തീർക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്തായി? നിങ്ങൾക്കൊന്നും ഒരു ചുക്കും അറിയില്ല. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റും. എടാ, നീ ഇപ്പൊ അവിടെ പോയി ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരുപക്ഷെ അവരെന്തെങ്കിലും കെണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിലോ? നീ ഒരു കാര്യം ചെയ്യും, നമ്മളെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാണെന്നും അവളോട് ആരും അറിയാണ്ട് പുറത്തിറങ്ങി വരാനും പറ. മായ, ഞങ്ങൾ അങ്ങോട്ട് വരിക. നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കാറുമായി പുറത്ത് വെയിറ്റ് ചെയ്യാം. നീ ആരും അറിയാതെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി വാ. അങ്ങനെ വരാൻ ഞാനില്ല. വരുന്നെങ്കിൽ അവരുടെ മുന്നിൽ കൂടി ഞാൻ നിന്നോടൊപ്പം വരാം. ദൈവമേ, പണിപ്പാളി. ഹലോ ആന്റി, എന്തൊക്കെയുണ്ട്? എന്താ ആന്റി? ആന്റി, ഞാനാ റോയ്. ആന്റി, ആന്റി എല്ലാരെയും ഒന്ന് വിളിക്കൂ ആന്റി. പേടിക്കല്ലേ, ഞാനില്ലേ. ആന്റി, എല്ലാവർക്കും ചായ എടുത്തോളൂ. അങ്കിളിന് ചായ അല്ലേ? അല്ല മോനെ, കാപ്പി. ഒരു കാപ്പി. എന്താ അങ്കിൾ ഇത്? നമ്മൾ സംസാരിച്ചൊരു തീരുമാനം എടുത്തതല്ലേ, എന്നിട്ട് മായ ഇവിടെ പൂട്ടിയിടുന്നത് ശരിയാണോ? നിന്നെ ഇവരാരെങ്കിലും ഉപദ്രവിച്ചോ? അവൾ എന്റെ മകളാ. അവളെ ഞാൻ വളർത്തും, തല്ലും, കൊല്ലും. നീ ആരാടാ അത് ചോദിക്കാൻ? ഇവളെ സ്നേഹം കൊടുത്ത് വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ഇത്രത്തോളമാക്കി. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മണ്ണെണ്ണ എവിടെ?
ഞാൻ ജീവിക്കാൻ പോകുന്നത് അവന്റെ കൂടെ, നിങ്ങളുടെ കൂടെ അല്ല. ഇനിയെങ്കിലും ഒന്ന് പോയി കുളിക്ക് മനുഷ്യ, ഒരു സിനിമയും കണ്ട് വന്നോളും. അയ്യേ രവി ഇരിക്കൂ. ഇപ്പോൾ സമയം 5:30 മണി. ഞാനിവിടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും. നിങ്ങൾ താമസിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. രാവിലെ ഒരു പോലീസ് ജീപ്പ് വന്ന് അച്ഛനെയും മോളെയും കയറ്റിക്കൊണ്ടുപോകും. മായയെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾക്കിനിയും 2 പെമ്മക്കളാണ്. അവരുടെ ഭാവിയെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. നിനക്ക് യാതൊരു വിഷമമില്ലേ? വിഷമിക്കാൻ വേണ്ടിട്ടല്ലല്ലോ, നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. ബാഗാ, വേഗം കയറിക്കോ. നിന്റെ അച്ഛൻ്റെ മനസ്സിനി മാറണ്ട. ഹൗ റൊമാൻറ്റിക്. നീയും എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവാടാ. പിന്നെന്താ, നീ വീട്ടിൽ പോയിരിക്കും, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, നിന്നെ കാണുമ്പോൾ തന്നെ വീട്ടുകാർ സമ്മതിക്കും. പിന്നല്ല. ഞാനിപ്പോൾ വരാം. അവനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ അവനോട് അങ്ങേയറ്റം മോശമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. ഏതൊരാൾക്കും അഭിമാനം ഉണ്ടാവുമല്ലോ, അതേ അവനും കാണിച്ചുള്ളൂ. ഞാൻ ഇറങ്ങുക മോളെ. ആ ശരി. പാല് മേടിക്കാൻ പോയതാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഞങ്ങൾക്കാരോടും പിണക്കമൊന്നുമില്ല അങ്കിൾ. ഞങ്ങളോട് ദേഷ്യവും തോന്നരുത്. ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് പറയുന്നില്ല. എനിക്കറിയാം എൻ്റെ മോളെ നീ നന്നായി നോക്കുന്നുണ്ടെന്ന്. അന്നത്തെ സംഭവത്തിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അതൊക്കെ മറക്കണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ വരണം. ശരി അങ്കിൾ. ഇറങ്ങട്ടെ. ശരി. അപ്പൊ നിനക്ക് കരയാനും അറിയാല്ലേ? ഷോ പൊടപ്പട്ടി. അതെ ചേട്ടാ, ഞാൻ ഇത്ര നേരത്തെ അവിടെ ചെന്നിട്ടേ മല മറിക്കാനുള്ള പണിയൊന്നുമില്ല. ചേട്ടനൊന്ന് പയ്യപ്പോ. എനിക്കറിയാം വണ്ടി അങ്ങനെ ഓടിക്കണമെന്ന്. നിങ്ങൾക്കൊന്നും പെട്ടെന്ന് എത്തണ്ടായിരിക്കാം. എനിക്ക് വേഗം എത്തിയിട്ടാണ് അടുത്ത ട്രിപ്പ് എടുക്കാൻ. ചേട്ടൻ അവിടെ ചെന്നില്ലെങ്കിലും വേറെ വണ്ടികളുണ്ട്, അവര് പോയിക്കോളും. കണ്ട വണ്ടിക്ക് ട്രിപ്പ് ഞാൻ വന്നത്. നിങ്ങൾക്കൊന്നും കാശിന് മഞ്ഞുണ്ടാവില്ല. എനിക്ക് ട്രിപ്പിനാ കാശ്. കൂടുതൽ ചിലക്കാതെ മിണ്ടാതിരുന്നോ. ഹലോ, ഒന്ന് പതുക്കെ പോയേ. പിന്നെയും തുടങ്ങി. ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. വണ്ടി നിർത്തിക്കേ. മതി വണ്ടി ഓടിച്ചത്. നീ പറയുമ്പോ വണ്ടി നിർത്താൻ ഞാൻ നിന്റെ അമ്മയുടെ ഒന്നും അല്ല. നിന്റെ ജീവന് വിലയില്ലെങ്കിലും ഞങ്ങളുടെ ജീവന് വിലയുണ്ടടാ. അതെ, വെറുതെ സീനാക്കാതെ വണ്ടി എടുക്കേട്ടാ.
എന്താ ഭ്രാന്താണോ? അയാളെ വിശ്വസിച്ച് എങ്ങനെ വണ്ടി കയറും? ആൾക്കാരെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചാനെ അവൻ എന്ത് പൊകൃതിയോടാ കാണിക്കണേ? ആളെ കൊല്ലാനോടെ കൊണ്ടോണേ? ഇത്ര കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന രണ്ട് സ്ത്രീകളുടെ കയ്യില്. എടാ രാഘവ ഇങ്ങോട്ട് പോടാ.